ഹായ് ഗൈസ്, ഇത് നമ്മളെ മാർക്കറ്റിൽ വന്ന അൾട്രോണിൻ്റെ പുതിയൊരു റൈസ് കുക്കറാണ്. 1.8, അതായത് 1800 ലിറ്റർ കപ്പാസിറ്റിയുള്ള. അപ്പോൾ നമ്മൾ ഇതിലൊരു ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ്. അതിന് അൺബോക്സ് ചെയ്യാണ്. നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്നുള്ളത് നോക്കുക. ഏത് സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റൂട്ടാ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വലിയ സംഭവമാണെന്ന് വിചാരിച്ചതിന് പക്ഷേ ഭയങ്കര കുക്കർ സംഭവമാണ്. പക്ഷേ ഉണ്ടാക്കൽ വലിയൊരു സംഭവമല്ല. കണ്ടോളി, കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു കയ്യിലാണ്, അതിൻ്റെ അളവ് പാത്രമാണത് ട്ടാ. അതെന്താ, അടിയിൽ പിടിക്കാനുള്ള ഒരു പ്ലേറ്റ് ചോറുണ്ടാക്കുമ്പോൾ അത് അതിൻ്റെ കോഡ് വയർ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ 2 പാത്രമുണ്ട്. ഞാൻ നോക്കിയ ഒരു റൈസ് കുക്കറിനൊക്കെ ഒരെണ്ണം ഉള്ളൂ, ഇതിൽ 2 ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ലെവലിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. കണ്ടോളി. ഓക്കെ, 2 പാത്രമുണ്ട്, അതിന് അളവുണ്ട് കേട്ടോ. സാധനം ക്യൂട്ടല്ലേ? അയ്യോ, നല്ല സൂപ്പർ പെയിൻറ്റ്. 2 ലെയറാണ്. ഉള്ളിലൊരു കോട്ടിംഗ് ഉണ്ട്, പുറത്തൊരു, അത് അതിൻ്റെ കോയിലാട്ടോ, ഹീറ്റിംഗ് കോയിലാണ്. കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല വൃത്തിയുണ്ട് കേട്ടോ മുതൽ. ഓക്കെ, ആദ്യം പ്ലേറ്റ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബുഷ് ഒരു മറിച്ചിട്ടുണ്ടാവുക, അത് പാക്കിംഗ് സീറ്റിങ്ങിനാണ്. അപ്പം നമ്മളത് അയച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തില്ല എന്താ വെച്ചാൽ വേറെ ഒരു പ്രശ്നമുണ്ട്, കാണിച്ചു തരാം. ഈ ടോപ്പിന് 3 ഹോൾസ് ഉണ്ട്, നമുക്ക് ആവി പോകാനുള്ളത്. അപ്പം എല്ലാവരും ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ആവി പോകില്ല. കണ്ടില്ലേ, ഇങ്ങനെ ആകുമ്പോൾ ആവി പോകുള്ളൂ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കണ്ടോളിട്ടാ, സുഖസുന്ദരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വലിയൊരു സംഭവം ലേസം സവാള അറിയാലോ, അതിന് വേണ്ട ചേരുവകൾ അരിയണമെന്ന ഒരു വീഡിയോ ആണിത്. നമ്മൾ ചെറിയൊരു പണ്ടാരിയും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോളി, എല്ലാ സാധനവും യഥേഷ്ടം ആവശ്യമുള്ളത് അരിഞ്ഞെടുക്കുക, അവനവൻ്റെ ആവശ്യത്തിനുള്ള അരിഞ്ഞെടുക്കുക. അതിലുള്ള പാത്രത്തിൽ 2 കപ്പ് അരി നമ്മളിട്ടു. 2 കപ്പ് അരി ഇടുമ്പോൾ ഈ കപ്പിൻ്റെ 4 ഗ്ലാസ് വെള്ളം അതിൽ വയ്ക്കണം. ഇത് നമ്മൾ പ്ലഗ് ചെയ്യണം, കാണിക്കുന്നത്. കണ്ടോളിട്ടാ. ആദ്യം നമ്മൾ കുറച്ച് നെയ്യിട്ടത് സാധനം ഓണാക്കുകയാണ്. കണ്ടില്ല, ഓണായി അത് നമ്മൾ മൂടി വെച്ചു. ഞാൻ പറഞ്ഞ 3 തുള അതിൽ കിടക്കുന്നുണ്ട്, ആവി പോലുള്ള, അത് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ആദ്യം അണ്ടിയും മുന്തിരിയും ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഓക്കെ കേട്ടോ, അത് മുരിഞ്ഞ് അത് മാറ്റിയെടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും ആ ചേരുവകളൊക്കെ അതിലെടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ആ കപ്പ് 2 ഗ്ലാസ് അരി ഇട്ടാൽ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. അതിൻ്റെ ഡബിൾ, എത്ര അരി ഇടണോ അതിൻ്റെ ഡബിൾ. അപ്പോൾ നമ്മൾ ഇതൊക്കെ അതിലിട്ട്, ഓക്കെ കണ്ടില്ലേ, അതൊന്ന് നമ്മൾ ഒന്നുകൂടി റോസ്റ്റ് ചെയ്ത് കണ്ടോളി. ഓക്കെ, ലേശം തൈര് ഒഴിച്ച് കൊടുക്കുക, അത് നല്ലതാണ്, അടി പിടിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാക്കി സാധനമൊക്കെ അതിലിട്ടിട്ടാ. കണ്ടോളി. ഓക്കെ, അപ്പോൾ അതൊന്ന് മുരിഞ്ഞാൽ ഒന്ന് കോരി വെക്കുക. പിന്നെ നമ്മൾ അരി അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വറക്കുക, ഒന്ന് മുരിക്കുക. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം, 4 ഗ്ലാസ് വെള്ളം, അതിന് മുകളിൽ പാകത്തിന് ഉപ്പിടുക. പിന്നെ നമ്മൾ കുറച്ച് അണ്ടി, ആ ചോറ് 20 മിനിറ്റ് കൊണ്ട് ആ ചോറ് വെന്ത്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, അത് മാറ്റി വെക്കുക. പിന്നെ അത് നമുക്കതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊരു പാത്രം കൂടെ ഉണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം കോരി വെച്ച ആ സാധനം കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചോറ് കുറച്ച് അതിലേക്ക് മുകളിൽ ഇട്ട് കൊടുക്കുക. അത് ദമ്മിടുക എന്ന് പറയും നമ്മളെ ഭാഷയിൽ. കണ്ടില്ലേ, അങ്ങനെ ചെയ്യാം. നമ്മൾ നേരത്തെ കോരി വെച്ചത് അതിൻ്റെ മുകളിലേക്ക് ഇടയിലിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടിയാണ്ട് തട്ടുക. ഈ 2 പാത്രമുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്, നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. കുറച്ച് വനസ്പതി നെയ്യിട്ട് കൊടുക്കുക. 1 മിനിറ്റ് ബൂസ്റ്റ് ചെയ്തിട്ട് വീണ്ടും സൂപ്പർ ബിരിയാണി റെഡിയായി. 20 മിനിറ്റ് കൊണ്ടാണ് ബിരിയാണി. ഒരു വീട്ടിലേക്ക് ഒരു 5 6 ആൾ വന്നാൽ നമുക്കിത് സുഖസുന്ദരമായിട്ട് കുക്ക് ചെയ്യാം. അടിപൊളി ചെമ്മീൻ ബിരിയാണി. കണ്ടോളി, മുതലാട്ടാ, സാധനം കൊടുത്ത പൈസക്ക് അടിപൊളി സാധനമാണ്, ധൈര്യമായിട്ട് വാങ്ങട്ടാ. സൂപ്പർ മുതലാണ് അൾട്രോൻ്റെ അടിപൊളി ബിരിയാണി. അപ്പോൾ ഇത്രത്തിനുള്ളൂ ഗൈസ്. ഓക്കെ, ആയിക്കോ.